ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വനിതാ സംവരണ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ ഇന്നും തുടരും. നയരൂപീകരണത്തിൽ വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണ്ഡല പുനർനിർണയത്തിന് ശേഷവും സംസ്ഥാനങ്ങളുടെ ലോക്സഭയിലെ പ്രാതിനിധ്യ അനുപാതത്തിൽ മാറ്റം വരില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ ഇരുവരും വിലയിരുത്തി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും ശക്തമായ പാതയിലാണെന്ന് അന്താരാഷ്ട്ര നാണയനിധി. ലെബനനിൽ ഇസ്രായേൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തുടരുന്നു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഞായറാഴ്ച വരെ 12 ജില്ലകളിൽ താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. വാർത്തകൾ വിശദമായി. വനിതാ സംവരണ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ ഇന്നും തുടരും. ബില്ല് പാസാക്കുന്നതിനായി പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനമാണ് ചേരുന്നത്. ബിൽ അവതരണം ചരിത്ര നിമിഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. രാഷ്ട്ര വികസനത്തിൽ നാരീശക്തി നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും നയരൂപീകരണത്തിൽ വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോക്സഭയിൽ ബില്ലിന്മേലുള്ള ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. विकसित भारत का मतलब केवल उत्तम प्रकार के रेल, रास्ते, इंफ्रास्ट्रक्चर या कुछ आर्थिक प्रगति के आंकड़े सिर्फ इतने से ही विकसित भारत की सीमित कल्पना वाले हम लोग नहीं हैं। देश की 50% जनसंख्या नीति निर्धारण का हिस्सा बने, ये समय की मांग है. ഈ നിയമനിർമ്മാണത്തിന് രാഷ്ട്രീയ നിറം നൽകരുതെന്നും പ്രധാനമന്ത്രി പ്രതിപക്ഷ പാർട്ടികളോട് അഭ്യർത്ഥിച്ചു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് 3 ബില്ലുകളാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് മറുപടി നൽകും. മണ്ഡല പുനർനിർണയത്തിന് ശേഷവും വിവിധ സംസ്ഥാനങ്ങളുടെ ലോക്സഭയിലെ പ്രാതിനിധ്യ അനുപാതത്തിൽ മാറ്റം വരില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. രാജ്യത്തെ ജനസംഖ്യ 140 കോടി കടന്ന സാഹചര്യത്തിൽ സീറ്റുകളുടെ വർധന അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ നിലവിലെ 20 നിന്ന് 30 ഉയരും. തമിഴ്നാടിന് 59 സീറ്റുകളും കർണാടകയ്ക്ക് 42 സീറ്റുകളും ലഭിക്കും. ആന്ധ്രാപ്രദേശിന് 38 സീറ്റുകളും തെലങ്കാനയ്ക്ക് 26 സീറ്റുകളും ഉണ്ടാകും. 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ആകെ ലോക്സഭാ സീറ്റ് വിഹിതം 24% തുടരുമെന്നും ശ്രീ കിരൺ റിജിജു അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയൻ ചാൻസലർ ഡോക്ടർ ക്രിസ്റ്റ്യൻ സ്റ്റോക്കറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്കിടെ ഭക്ഷ്യസുരക്ഷ, പ്രതിരോധ സഹകരണം, ഭീകരവിരുദ്ധ പ്രവർത്തനം എന്നീ മേഖലകളിൽ ഉൾപ്പെടെ നിരവധി കരാറുകളും രേഖകളും ഇരു രാജ്യങ്ങളും കൈമാറി. അടിസ്ഥാന സൌകര്യ വികസനം, നൂതനാശയം, സുസ്ഥിരത എന്നീ മേഖലകളിൽ ഇന്ത്യയും ഓസ്ട്രിയയും വിശ്വസ്ത പങ്കാളികളാണെന്ന് തുടർന്ന് നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ വിലപ്പെട്ട പങ്കാളിയാണ് ഓസ്ട്രിയയെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ്. ഓസ്ട്രിയൻ ഫെഡറൽ ചാൻസലറുടെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് പ്രതികരണം. പരസ്പര താൽപര്യമുള്ള പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. This is a very substantive and productive visit. To conclude this visit, coming soon after Prime Minister's visit to Austria in 2024 and in the context of the recently concluded India-EU Free Trade Agreement, have helped set clear directions for India-Austria cooperation. It reflects our strong commitment to both partnership with the European Union as a whole and deeper bilateral engagement with its member states. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത ഇരുവരും എടുത്തു പറഞ്ഞു. മേഖലയിലും ആഗോളതലത്തിലും സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമായി തുടരാൻ തീരുമാനിച്ചതായും പ്രധാനമന്ത്രി അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ദക്ഷിണ കൊറിയൻ വ്യാപാര മന്ത്രി യോ ഹാൻ കുവുമായി വെർച്വൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ഉഭയകക്ഷി സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ശ്രീ പീയൂഷ് ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു.
വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പ്രചാരണം ഊർജിതം. ഇരു സംസ്ഥാനങ്ങളിലും ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലാണ് വിധി എഴുതുന്നത്. രണ്ടാം ഘട്ട പോളിംഗ് ഈ മാസം 29-ന് നടക്കും. സംഘർഷ സാഹചര്യങ്ങൾക്കിടയിൽ ആഗോള സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാകുമ്പോഴും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ശക്തമായി നിലകൊള്ളുന്നതായി അന്താരാഷ്ട്ര നാണയനിധി മേധാവി ക്രിസ്റ്റലീന ജോർജിയേവ. IMF വസന്തകാല യോഗങ്ങളോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്തിന്റെ ശക്തമായ സാമ്പത്തിക അടിത്തറ മിക്ക സമ്പദ് വ്യവസ്ഥകളെക്കാളും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നുണ്ടെന്നും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ശരാശരി ആഗോള വളർച്ചയുടെ ഇരട്ടിയിലധികമാണെന്നും അവർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പിലൂടെയോ മൈജിഒവി ഓപ്പൺ ഫോറം വഴിയോ ആണ് നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കേണ്ടത്. മൻ കി ബാത്തിന്റെ 133-ാം പതിപ്പ് ഈ മാസം 26-ന് ദൂരദർശനിലും ആകാശവാണിയിലും ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. 196 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് 21 പന്ത് ബാക്കി നിൽക്കി ലക്ഷ്യം കണ്ടു. 39 പന്തിൽ 80 റൺസ് നേടിയ പ്രഭ് സിമ്രാൻ സിംഗിന്റെ വെടിക്കെട്ട് ബാറ്റിംഗാണ് പഞ്ചാബിന് വിജയം അനായാസമാക്കിയത്. ഇന്ന് രാത്രി 7:30-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പശ്ചിമേഷ്യയിൽ സമാധാനത്തിനായി നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമായി തുടരുന്നു. ലെബനനിൽ ഇസ്രായേൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള 2ാം റൌണ്ട് സമാധാന ചർച്ച ഉടൻ നടക്കുമെന്നും റിപ്പോർട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. ഇസ്രയേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പ്രഖ്യാപിച്ചത്. വാഷിംഗ്ടണിൽ ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ നടത്തിയ നേരിട്ടുള്ള ചർച്ചകളാണ് സമാധാനത്തിന് വഴി തുറന്നത്. 1983-ന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ഏറ്റവും നിർണായകമായ ചർച്ചയാണിത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായും ട്രംപ് സംസാരിച്ചു. വെടിനിർത്തൽ അംഗീകരിച്ചെങ്കിലും തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യം തുടരുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഹിസ്ബുള്ളയെ നിരായുധരാക്കുമെന്ന് ലെബനൻ അറിയിച്ചു. മാർച്ച് 2 തുടങ്ങിയ യുദ്ധത്തിൽ ലെബനനിൽ ഇതുവരെ 2100 പേരാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ആദ്യ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇസ്ലാമാബാദിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള 2ാം റൌണ്ട് ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നത്. സമാധാന നീക്കങ്ങൾ തുടരുമ്പോഴും ഹോർമുസ് കടലിടുക്കിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഞായറാഴ്ച വരെ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്, 40 ഡിഗ്രി സെൽഷ്യസ്. അൾട്രാവയലറ്റ് സൂചിക ഉയർന്നു നിൽക്കുന്നത് ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. കൊല്ലം പുനലൂരിൽ ജോലിക്കിടെ KSEB ലൈൻമാന് സൂര്യതപമേറ്റു. ആശുപത്രി ജംഗ്ഷന് സമീപം ഇലക്ട്രിക് ലൈൻ പരിശോധിക്കുന്നതിനിടെയാണ് കുണ്ടറ സ്വദേശി പത്മകുമാറിന് മുതുകത്തും കൈയിലും സൂര്യതപമേറ്റത്. സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് സ്പെഷ്യൽ ഇൻസെന്റീവായി 2000 രൂപ നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് അറിയിച്ചു. കേരളത്തിൽ തുക കുറച്ചാണ് അനുവദിച്ചെന്ന പരാതികളെ തുടർന്നാണ് കമ്മീഷന്റെ വിശദീകരണം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ പാത്തോളജി വിഭാഗം തലവൻ ഡോക്ടർ MK റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. കോളേജിലെ വിവിധ വിഭാഗങ്ങളുടെ തലവന്മാരുടെ യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. വനിതാ സംവരണ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ ഇന്നും തുടരും. നയരൂപീകരണത്തിൽ വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണ്ഡല പുനർനിർണയത്തിന് ശേഷവും സംസ്ഥാനങ്ങളുടെ ലോക്സഭയിലെ പ്രാതിനിധ്യ അനുപാതത്തിൽ മാറ്റം വരില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ ഇരുവരും വിലയിരുത്തി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും ശക്തമായ പാതയിലാണെന്ന് അന്താരാഷ്ട്ര നാണയനിധി. ലെബനനിൽ ഇസ്രായേൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ തുടരുന്നു.
കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഞായറാഴ്ച വരെ 12 ജില്ലകളിൽ താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.